ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കൊല്ലം തേവലക്കര തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും ശ്രീകോവിൽ സമർപ്പണവും നടന്നു. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ഭക്തരാണ് തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വായ്ക്കുരവയ്ക്കും പഞ്ചവാദ്യങ്ങളുടെ മേളഘോഷങ്ങൾക്കുമൊപ്പം വൈദിക മന്ത്രധ്വനിയാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തെക്കൻ ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് പുനഃപ്രതിഷ്ഠ. ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശ്രീകൃഷ്ണ ഭഗവാന് നിത്യപൂജയും ശ്രീബലിയും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തെക്കൻ ഗുരുവായൂരെന്ന് തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും വിശ്വപ്രസിദ്ധമായ ഗുരുവായൂരമ്പലം പോലെ തെക്കൻ നാടിൻ്റെ തെക്കൻ ഗുരുവായൂരായിട്ടുള്ള നമ്മുടെ തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ആലയം കേരളീയ വാസ്തുശാസ്ത്രവിധി പ്രകാരം മനോഹരമായി പണി പൂർത്തീകരിച്ച് ഭഗവാന് സമർപ്പിക്കുകയും ഇന്ന് ദേവൻ്റെ പ്രതിഷ്ഠ ഇന്ന് രാവിലെ 8 മണി മുതൽ 8:45 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ മകം നക്ഷത്രത്തിൽ നിർവഹിക്കുകയുണ്ടായി. ഭക്തജനങ്ങളുടെ കാലങ്ങളായുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനാണ് ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിച്ചതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പറഞ്ഞു. നാടിൻ്റെ നാനാഭാഗത്തും തെക്കൻ കേരളത്തിൽ നിന്ന് ആകമാനം ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ക്ഷേത്രത്തിലുണ്ടായത്. ഇന്നും രാവിലെ 5 മണി മുതൽ തന്നെ 11 മണി വരെ ഭക്തജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ഉണ്ടായത്. ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടും പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും എല്ലാം വലിയ ഭക്തജന തിരക്കാണ് നമ്മുടെ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം നടയടച്ചു. ഇനി 3-ാം ദിവസം അധിവാസത്തിങ്കൽ നിന്ന് ദേവനെ ഉണർത്തി കണിദർശനത്തോടെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കും. പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ഈ വരുന്ന 13-ാം തീയതി മുതൽ കൃഷ്ണ മഹോത്സവം എന്ന പേരിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. ജനം, കൊല്ലം.